പിന്നെ നമ്മുടെ ശ്വേത ചേച്ചി. ഹായ് ശ്വേത ചേച്ചി. പിന്നെ അലിന വീണ്ടും ആങ്കർ ചെയ്യുന്നു. പിന്നെ എന്താ അവള് ഓരോന്ന് പറഞ്ഞു. അതെ, ഞാൻ ഈ ഓരോന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പിള്ളേര് അയ്യോ കലോത്സവത്തിൽ പങ്കെടുത്ത കിടിലും പിള്ളേര് ഇവിടെ ഇരിക്കുന്നു. ഹലോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. പിന്നെ അത് തന്നെ അല്ല നമുക്ക് പറയാൻ പറ്റും. എല്ലാം ഇപ്പൊ ഫുൾ ചർച്ച എന്ന് പറയുന്നത് തന്നെ പിന്നെയാണ്. പിന്നെ വയ്ക്കാതെ ഇപ്പൊ കാര്യം പറ. എന്റെ പൊന്നി, ഇപ്പൊ എല്ലാരും എന്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ഈ പിന്നെ എന്നാന്നുള്ളത്. പിന്നെ പറ. പിന്നെ നമ്മളല്ല പറയുന്നത്. പിന്നെ ഇവിടെ പറയും, ഇപ്പൊ പറയും. ആര് പറയും? അമൃത ടിവിയിലെ പുതിയ ഹാസ്യ പരമ്പര അത് ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ ഇത് പറയാനായിട്ട് ആ ടീം എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം പിന്നെ. കുന്നോളം മനസ്സാണ് നിന്നോളം ഇതുനേരാണ്. മേലെ വാനിൽ നീളേ മേഘച്ചാന്തിൻ ചന്തം, താഴെ ഈ മണ്ണും സുന്ദരം. ഏതോ ജന്മപുണ്യം നമ്മെ ചേർത്തുലോലം, മാറോടണയ്പു സാദരം. ഹൃദയങ്ങൾ കൈമാറും അഭിലാഷ സായുജ്യം, ഇനിയെങ്ങും നിറയും സന്തോഷം. പിന്നെ ഞാൻ വെൽക്കം പിന്നെ ടീം കോമഡി മാസ്റ്റേഴ്സ്. നമ്മുടെ അമൃത ടിവിയിൽ ഇനി മുതൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഹാസ്യ പരമ്പരയാണ് പിന്നെയും എന്നുള്ളത്. എല്ലാരും ചോദിച്ചോണ്ടിരിക്കുകയാണ്, ഈ കുടുംബത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു. ശ്വേത ചേച്ചി, അവരെ നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. പിന്നെ ടീം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല ക്യൂട്ട് ഫാമിലി. അപ്പൊ ഈ കുടുംബത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയണം. അതെ, അതെനിക്ക് തോന്നുന്നു ഗ്രഹനാഥൻ എന്നുള്ള രീതിയിൽ ജയൻ ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരെന്നാ? എന്റെ ക്യാരക്ടറിന്റെ പേര് പ്രകാശൻ എന്നാണ്. ശരി, അപ്പൊ പ്രകാശൻ ചേട്ടാ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയതായോ? പ്രകാശന് ഒരു അമ്മയുണ്ട്, സരസ്വതി അമ്മ. ഒരു സഹോദരിയുണ്ട്, സഹോദരിയുടെ പേര് സരിത. ഓക്കെ. ഒരു ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് പുഷ്പ. ശ്രദ്ധിക്കുക, ഒരു ഭാര്യ ഉള്ളല്ലോ അല്ലേ? ഒരു ഭാര്യ. അതുകൊണ്ട് അഖിലൊക്കെ ഇരിക്കുന്നോണ്ടാ എടുത്തു പറഞ്ഞു ഒരു ഭാര്യ ഉള്ളൂ. രണ്ട് അഖിലുമാരല്ലേ ഇരിക്കുന്നത്, അപ്പൊ നമ്മള് സൂക്ഷിച്ചോണല്ലോ പറയാം. അങ്ങനെയല്ല, അവനൊന്ന് ശ്രദ്ധിച്ചോണ്ടേ. അപ്പൊ ഈ സെറ്റ് മൊത്തം പിള്ളേര് സെറ്റ് ആയിരിക്കും. 4 മക്കളുണ്ട്. മക്കളുടെ പേരൊന്ന് കേക്കട്ടെ. ഹലോ, ഞാൻ അതികേഷ്, വീട്ടുപേര് അപ്പുണ്ണി. പഴയ വന്നപ്പോ കണ്ടില്ലാതോ, ഫുൾ മറ്റേ വൈബിലാണ്. ഇവരുടെ ഏറ്റവും ജെൻസി കിഡാണ്. ഓക്കെ, അടുത്ത ആളെ പരിചയപ്പെടാം. ഞാൻ കൃഷ്ണ, ക്യാരക്ടറിന്റെ പേര്. ഓക്കെ, ശരിക്കുള്ള പേര് ലക്ഷ്മി. ഓക്കെ, യെസ്. ഞാൻ മാധവി, മൂത്ത മകളാണ്. ശരിക്കും പേര് ചിഞ്ചു. ശരിക്കും പേര് രോഹിത് ദേവകി, സെറ്റിലെ പേര് സഞ്ജയ്. മാധവ് സുരേഷ്. ആ ലുക്കുണ്ടല്ലേ? ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് തമാശകൾ എന്തായാലും ഉണ്ടെന്നുള്ള അറിയാം, പക്ഷെ വേറെ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ജെൻസി ഫാമിലി ആണല്ലേ? അല്ല, ജെൻസി വിസിസ് ഇത് എല്ലാ ജനറേഷനും. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഉണ്ണിയേട്ടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാര്യം ഇതൊരു ശരിക്കും ഒരു സിറ്റ്കോം ആണ്. നമ്മള് ഒരു പരമ്പരയുടെ ഒരു ശ്രേണിയിൽ പെടുത്താൻ പറ്റുമോ അറിയില്ല. കാരണം ഒരു സബ്ജക്ട് എടുത്തു ഏതാണ്ട് ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ അതിലൊരു അപ്പുറത്തോട്ട് ഒരു കഥ പോവില്ല. അതിലൊരു മാസ്റ്ററായ ഉണ്ണികൃഷ്ണൻ സാറ് തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത്. അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം. മോളാണോ? അത് തന്നെ സാർ. ഉണ്ണിയേട്ടൻ പിന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. പിന്നെ എനിക്കും ഒരു കോയിൻസിഡൻസ് ഉണ്ട്. കാരണം ജീവിതത്തിൽ അവസാനമായിട്ട് അഭിനയിച്ച സീരിയൽ അമൃതയ്ക്ക് വേണ്ടിയിട്ടാണ്. 2010 ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും ടെലിവിഷനിൽ ആദ്യമായിട്ട് വരാനൊരു ഭാഗ്യം. അതുകൊണ്ട് അന്വർത്ഥമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ പേര് സരിതാണ്. സീരീസിലെ പേര് കവിത രഘുനന്ദൻ എന്നാണ്. ഇതിനു മുമ്പ് അമൃതയുടെ ഫ്ലോറിൽ ഞാൻ നിന്നിട്ടുള്ളത് സൂപ്പർ സ്റ്റാർ ഗ്ലോബലിന് വേണ്ടി പാടാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ തന്നെയാണ് തോന്നുന്നു സൂപ്പർ സ്റ്റാർ അല്ലേ? അതെ. അപ്പൊ അല്ലല്ല, കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലാണ് സൂപ്പർ സ്റ്റാർ. അതെ, എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര്
ചേച്ചി KPSC പത്മ. ഓ ഞാൻ 10-25 വർഷം നാടക ഫീൽഡിലുണ്ടായിരുന്നു, പ്രൊഫഷണൽ സന്തോഷം നാടകം. ചേച്ചി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ജയന്റെ കൂടെ അഭിനയിച്ചു. പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ജയൻ ചേർത്തൽ സംവിധാനം ചെയ്ത ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഇറങ്ങാനിരിക്കുന്നു. അപ്പൊ ഇനിപോലെ നമ്മുടെ പുതിയ അമ്മയാണ് പത്മാമ്മ. Thank you, അമ്മേ, thank you. നമ്മുടെ കുടുംബത്തിലൊരു പാട്ടുകാരിയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേൾക്കണ്ടേ? ദേ പിന്നെ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ തത്തമ്മേ, നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ തത്തമ്മേ, കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ, കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ, കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണേലാഹ മറ്റൊരു കാർവർണ്ണനു മാലയ്ക്ക്, കല്യാണി കളവാണി. പാട്ടുകാരി കൊള്ളാം, പാട്ടുകാരി കൊള്ളാം. ബ്യൂട്ടിഫുൾ. അനിയത്തി ഞങ്ങൾക്ക് ഇഷ്ടായി. അല്ല ഉഗ്ര സോങ്സ് ഈ കൂട്ടത്തിൽ ശരിക്കും ആരെ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് ജയൻ ചേട്ടാ? എല്ലാവരും ഒരേപോലെ ഭയങ്കര ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്ന അപ്പച്ചി തന്നെയാണ്, അനിയത്തി തന്നെയാണ്. ആ. ഏറ്റവും കൂടുതൽ സ്മാർട്ട് അത് കഴിഞ്ഞാൽ അനിയത്തി പിന്നെ അമ്മയുണ്ട്. ആണ്. ആ അമ്മ നന്നായിട്ട് വർത്താനം ഭാര്യ എങ്ങനെയാ, കുശുമ്പത്തിയാണോ? അമ്മായിയമ്മയായിട്ട് നല്ല പരുവത്തിലാണ് പോകുന്നത്. ആണ്. അതെ, ഇവര് പേഴ്സണലി ഇവര് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. പക്ഷെ സ്ക്രീൻ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശത്രുക്കളായിട്ട് നിന്നുകൊണ്ടാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ശരി, അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാരും ചിലപ്പോ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കണം നമ്മൾ ദേ പിന്നെയും കാണേണ്ടത്? ഇപ്പം മെഗാ സീരിയൽസ് എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെ എന്നും ആ ഒരു കഥയുടെ പുറകെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് ചിലപ്പം ഒരു കഥ തന്നെ ഫോളോ ചെയ്യാനുള്ള സാവകാശമോ അതിനുള്ള സൗകര്യവും ഉണ്ടായിന്ന് വരില്ല. ദേ പിന്നെയും സംബന്ധിച്ച് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നു, നിങ്ങളത് കണ്ടു, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം. പക്ഷേ നിങ്ങളെ ഒരു ദിവസം ഇതൊരു അരമണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അവിടെ ഇരുത്തി ടി വിയുടെ മുമ്പിൽ കണ്ണ് മറയ്ക്കാതെ അവിടെ ഇരുത്തി എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു സബ്സ്റ്റൻസ്, ഒരു എലിമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. അത് നല്ല രീതിയിൽ ഇതുവരെ എനിക്ക് തോന്നുന്നൊരു 35-40 എപ്പിസോഡിനടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും എപ്പിസോഡ്സ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന കഥകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ആ വിശ്വാസം, അതാണ് നമ്മളുള്ളൊരു ഗ്യാരണ്ടി. അത് ഫെബ്രുവരി 9 മുതൽ നമുക്കിത് കാണാൻ സാധിക്കും. അതും തിങ്കൾ മുതൽ വ്യാഴം വരെ, സമയം രാത്രി 7:30. കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞത്? കറക്റ്റ് ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുക്കാം. അപ്പൊ ഇനി മുതൽ ജേട്ടാ എന്തോ ദേ പിന്നെ ഓഫീസിൽ എപ്പോഴാ വരാൻ പോണേ? നാളെ തൊട്ട് ഞാൻ വരും, മറ്റന്നാൾ തൊട്ട് വരുമല്ലോ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറൊരു ഓഫീസ് കൂടി ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോകണല്ലോ. അമ്മയുടെ ഓഫീസിൽ ഞങ്ങളുടെ പുതിയ സാരഥിയാണ്, അതെ, ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരഥി കൂടിയാണ് ശ്വേത. ഇവിടെ ശ്വേതജി ഉണ്ടല്ലോ, ഭയങ്കര കുട്ടിക്കളിയാണേ. ഞാൻ കാണുന്നുണ്ടല്ലോ ഈ പ്രോഗ്രാം, ഞാൻ എന്നും കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി പോലെ. അവിടെയും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞു ഞങ്ങളുടെ പുതിയ നേതാവാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാം ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ശ്വേത ചേച്ചി. അപ്പൊ അമൃത TV 20 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ പുതിയൊരു ഹാസ്യ പരമ്പര നിങ്ങൾക്കായി നൽകുകയാണ്. ദേ പിന്നെയും നിങ്ങൾ എല്ലാവരും കാണണം. ഉറപ്പായിട്ടും പ്രേക്ഷകർ നിങ്ങളെ ഏറ്റെടുക്കും. ഈ കുടുംബം ഇനി പോലും ഞങ്ങളുടെ കുടുംബമായി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേച്ചി ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുത്ത് അല്ലെ നമ്മുടെ കുടുംബത്തിലേക്ക് അല്ല, നമ്മുടെ പ്രേക്ഷകരോട് ഇവർ തന്നെ പറയട്ടെ നേരിട്ട്. അതിനു മുമ്പേ നമുക്ക് പറയാം. ഹലോ, ദേ പിന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 7:30 മണിക്ക് നമ്മുടെ സ്വന്തം അമൃത TVയിൽ ഒരു സിറ്റ്കോം, ഒരു കിഡ്ലൻ ഫാമിലി സിറ്റ്കോം വരാൻ പോവാണ്. ദേ പിന്നെ. അപ്പോ കാണാൻ മറക്കരുതേ. അപ്പൊ ദേ പിന്നെ ഫെബ്രുവരി 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 7:30 നമ്മുടെ സ്വന്തം അമൃത TV.